കണ്ണൂർ ഭാഗത്ത് നടക്കുന്ന ഒരു ചടങ്ങാണ് വീട്ടിൽ മുത്തപ്പം കഴിപ്പിക്കുക. അത് കഴിഞ്ഞ ശേഷം കസിൻ ബ്രദേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബ്രദേഴ്സ് പറഞ്ഞു നമുക്ക് ഒരു വെറൈറ്റി നല്ലൊരു സ്പോട്ടിലേക്ക് പോകാം. അങ്ങനെ ഒരു സ്പോട്ട് നോക്കിയിട്ട് അവസാനം നമ്മൾ എത്തിയത് ഈ ഒരു സ്പോട്ടിലാണ്. ഈ ഒരു സ്പോട്ടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഗുണം എന്നല്ല, ഈ ഒരു സ്പോട്ടിൻ്റെ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ എത്തണമെന്നുണ്ടെങ്കിൽ തോണി കടന്ന് വേണം എത്താൻ. ഒരു ദ്വീപ് പോലെയാണ്. അതായത് നമ്മൾ തോണിയിൽ ഒരു 2 to 3 minutes അത് ശ്രമിച്ചാൽ മതി. അതിനുശേഷം ട്രാവൽ ചെയ്തിട്ട് നമ്മൾ എത്തുന്നത് വേറൊരു ദ്വീപിലേക്കാണ്. പക്ഷേ ഈ ദ്വീപിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പോകുന്നത് ഒരു ചായക്കടയാണ്. അതായത് പണ്ടത്തെ പഴമ, ആ നൊസ്റ്റാൾജിയ നിലനിർത്തുന്ന ഒരു ചായക്കട. അവിടെ നമ്മൾ പോയി. ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ നല്ല വിറകടുപ്പ് ഉണ്ടാക്കുന്ന ഒരു ചായ അത് നമുക്ക് തന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ചു, നമ്മൾ ചില്ലായി. അതിനുശേഷം നേരെ പോകുന്നത് ഒരു 100 മീറ്റർ വേണ്ട, ഒരു 50 മീറ്ററിൻ്റെ അടുത്ത് മതി. നേരെ അടുത്ത് നെക്സ്റ്റ് കാണുന്നത് ബീച്ചാണ്. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു വെറൈറ്റി എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ തീരെയില്ല. ഓക്കെ, നമ്മൾ പോകുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. അതായത് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോവുക, കുറച്ച് സമയം എന്താ പറയുക, നമ്മളെ മൈൻഡ് പീസാക്കിയിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക, ഇതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇത് വരുന്നത് പയ്യന്നൂർ നേവൽ അക്കാദമീൻ്റെ അടുത്ത് നിന്ന് എറൗണ്ട് ഒരു 2 kilometers അത്രയേ വരുന്നുള്ളൂ. നല്ലൊരു ആംബിയൻസ്, ഇതുവരെ വിചാരിക്കാതെ കിട്ടിയൊരു ആംബിയൻസ് ആണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കസിൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചടങ്ങായിരുന്നു. ആ ചടങ്ങ് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയൊരു വൈബാണ്. പക്ഷേ വൈബ് അടിപൊളിയായിരുന്നു.